ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന സ്ഥലമാണ് ന്യൂഡൽഹിയിലെ ലോട്ടസ് ടെമ്പിൾ. ന്യൂഡൽഹിയിലെ ബഹാപൂർ ഗ്രാമത്തിൽ കൽക്കാജി മന്ദിർ മെട്രോ സ്റ്റേഷന് 500 മീറ്റർ അകലെയായിട്ടാണ് ലോട്ടസ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ലോട്ടസ് ടെമ്പിളിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ്. ന്യൂഡൽഹിയിലെ ലോട്ടസ് ടെമ്പിൾ ലോകത്തിലെ ബഹായി വിശ്വാസത്തിന്റെ 7 ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. എല്ലാ ബഹായ് ക്ഷേത്രങ്ങളെയും പോലെ ഇതിന്റെ ഘടനയും വൃത്താകൃതിയിലുള്ള 9 വശങ്ങളുള്ള ആകൃതിയാണ്. ക്ഷേത്രത്തിന്റെ ആകൃതിക്ക് പ്രതീകാത്മകവും മതപരവുമായ പ്രാധാന്യമുണ്ട്. കാരണം താമര പലപ്പോഴും വിശുദ്ധി, പവിത്രത, ആത്മീയത, അറിവ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ ഇതിന് ആത്മീയമായ പ്രാധാന്യമുണ്ട്. ഇറാനിയൻ വാസ്തുശില്പിയായ ഫാരിബോസ് സാഹബയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ക്ഷേത്രം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ പദ്ധതിക്ക് അംഗീകാരം നേടി. പിന്നീട് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു. 1986 ഡിസംബറിൽ ലോട്ടസ് ടെമ്പിൾ സമർപ്പിക്കുകയും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുകയും ചെയ്തു. ഡൽഹിയിലുള്ള ലോട്ടസ് ടെമ്പിൾ ഒരു ബഹായ് ആരാധനാലയമാണ്. മഷ്രിഖുൽ അദ്കാർ എന്നും ഇത് അറിയപ്പെടുന്നു. മറ്റെല്ലാ ബഹായ് മഷ്രിഖുകളെയും പോലെ 9 എന്ന സംഖ്യയുടെ നിഗൂഢ സ്വഭാവത്തിലുള്ള ബഹായ് വിശ്വാസത്തിന് അനുസൃതമായി 9 വശങ്ങളുള്ള നിർമ്മാണമാണ് ഇതിന്റെ സവിശേഷത. 1844 ഇറാനിൽ ഉത്ഭവിച്ച ലോകത്തിലെ സ്വതന്ത്ര മതങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞതാണ് ബഹായി വിശ്വാസം. ബഹായി മതത്തിന്റെ സ്ഥാപകൻ ബഹാഉള്ളയാണ്. ബഹാഉള്ളയുടെ യഥാർത്ഥ പേര് മിർസ ഹുസൈൻ അലി നൂറി എന്നാണ്. ബഹായി മതം അതിന്റെ മുൻഗാമിയായ ബാബിസവുമായി ഒരു പരിധിവരെ ഇഴചേർന്നിരിക്കുന്നു. ബാബിസത്തിന്റെ സ്ഥാപകൻ അലി മുഹമ്മദ് ഷിറാസി ആയിരുന്നു. അദ്ദേഹം ദി ബാബ് എന്നും അറിയപ്പെട്ടിരുന്നു. 1844 ബാബിസം ഉത്ഭവിച്ചത്. 19-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഒരു മതമാണ് ബഹായി വിശ്വാസം. അത് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന മൂല്യവും എല്ലാ ജനങ്ങളെയും ഐക്യവും പഠിപ്പിക്കുന്നു. 26 ഏക്കർ വിസ്തൃതിയുള്ള ലാൻഡ്സ്കേപ്പ് ചെയ്ത പൂന്തോട്ടത്തിൽ ഉയർന്ന സ്തംഭത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതും ചുവന്ന മണൽക്കല്ല് നടപ്പാതകളാൽ അതിരിടുന്ന 9 കുളങ്ങളാൽ ചുറ്റപ്പെട്ടതുമായ വൈറ്റ് മാർബിൾ കെട്ടിടം 130 അടിയിലധികം ഉയരത്തിൽ ഉയരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രക്ഷുബ്ധമായ കാലഘട്ടങ്ങളിലൊന്ന്, മനുഷ്യരാശിയുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു സന്ദേശത്തിൻ്റെ വാഹകൻ താനാണെന്നൊരു യുവ വ്യാപാരി പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ രാജ്യമായ ഇറാൻ വ്യാപകമായ ധാർമ്മിക തകർച്ചയ്ക്ക് വിധേയമായ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ സന്ദേശം എല്ലാ വിഭാഗങ്ങളിലും ആവേശവും പ്രതീക്ഷയും ഉണർത്തി. ആയിരക്കണക്കിന് അനുയായികളെ അതിവേഗം ആകർഷിച്ചു. അറബിയിൽ ഗേറ്റ് എന്നർത്ഥം വരുന്ന ദി ബാബ എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു. ആത്മീയവും ധാർമ്മികവുമായ നവീകരണത്തിനുള്ള അദ്ദേഹത്തിൻ്റെ ആഹ്വാനവും സ്ത്രീകളുടെയും ദരിദ്രരുടെയും സ്ഥാനം മെച്ചപ്പെടുത്തുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ, ആത്മീയമായ നവീകരണത്തിനുള്ള ബാബിൻ്റെ കുറിപ്പ് വിപ്ലവകരമായിരുന്നു. അതേസമയം അവൻ തൻ്റേതായ സ്വതന്ത്രവുമായ ഒരു മതം സ്ഥാപിച്ചു. അതാണ് ബഹായി മതം. തൻ്റെ അനുയായികളെ അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിനും മഹത്തായ വീരപ്രവൃത്തികൾ നടത്തുന്നതിനും പ്രചോദിപ്പിച്ചു. ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും ഏകത്വം, മാനവികതയുടെ ഏകത്വം, മുൻവിധികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, മതപരമായ സത്യത്തിൻ്റെ പുരോഗമനപരമായ വെളിപ്പെടുത്തൽ, ആത്മീയ ഗുണങ്ങളുടെ വികസനം തുടങ്ങിയ അവശ്യ വിഷയങ്ങളെ ബഹായി വിശ്വാസങ്ങൾ അഭിസംബോധന ചെയ്യുന്നു. ബാബി വിശ്വാസം പേർഷ്യയിലുടനീളം വ്യാപിക്കുകയും ധാരാളം അനുയായികളെ ആകർഷിക്കുകയും ചെയ്തു. ഇത് ഇസ്ലാമിക പുരോഹിതന്മാരിൽ നിന്ന് വ്യാപകമായ എതിർപ്പിന് കാരണമായി. ആയിരക്കണക്കിന് ബാബികൾ നിരന്തരമായ പീഡനങ്ങളിലൂടെ കൊല്ലപ്പെടുന്നതിന് കാരണമായി. 1850 ജൂലൈയിൽ ബാബ് തൻ്റെ 30-ാം വയസ്സിൽ തബ്രീസിൽ വെടിവെപ്പിലൂടെ വധിക്കപ്പെട്ടു. ബാബിൻ്റെ പ്രശസ്തമായ കൃതിയായ ആൻ ഇൻട്രൊഡക്ഷൻ ടു ബയാൻ ആ കൃതിയിൽ പറയുന്നുണ്ട് ദൈവത്തിൽ നിന്നുള്ള 2ാമത്തെ ദൂതൻ്റെ വരവിനെപ്പറ്റി. അവൻ ബാബിനേക്കാളും വളരെ വലുതായിരിക്കും. സമാധാനത്തിൻ്റെയും നീതിയുടെയും യുഗത്തിലേക്ക് നയിക്കുക എന്നതാണ് അയാളുടെ ലക്ഷ്യം. ബഹായി വിശ്വാസത്തിൻ്റെ സ്ഥാപകനായ ബഹാഉള്ള, അതായത് മിർസാൻ ഹുസൈൻ അലി നൂറി, 1863 ഇറാഖിൽ അദ്ദേഹം ആദ്യമായി ദൈവത്തിൽ നിന്നുള്ള ഒരു വെളിപാടിനെക്കുറിച്ച് തൻ്റെ അവകാശവാദം പ്രഖ്യാപിക്കുകയും തൻ്റെ ജീവിതകാലം മുഴുവൻ ഒട്ടോമൻ സാമ്രാജ്യത്വത്തിന് കീഴിൽ തടവിൽ കഴിയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ ധാർമ്മികവും ആത്മീയവുമായ പുരോഗതി മുതൽ ലോകഭരണം വരെയുള്ള ഐക്യത്തിൻ്റെയും മതപരമായ നവീകരണത്തിൻ്റെയും തത്വങ്ങളെ ചുറ്റിപ്പറ്റിയായിരുന്നു. പിന്തുടരേണ്ട നിയമങ്ങൾക്ക് തൻ്റെ അനുയായികളിൽ നിന്ന് ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകൾക്ക് മറുപടിയായാണ് ബഹാഉള്ള കിതാബ് അൽ അഖ്ദാസ് എന്ന വിശുദ്ധ ഗ്രന്ഥം വെളിപ്പെടുത്തിയത്. അതിൽ പ്രാർത്ഥന, ഉപവാസം, തീർത്ഥാടനം തുടങ്ങിയ ജീവിത മേഖലകളുമായി ബന്ധപ്പെട്ട് ബഹാഉള്ള നിയമങ്ങൾ നിരത്തുന്നു. ഏകദേശം 4 മില്യൺ മുതൽ 8 മില്യൺ വരെയുള്ള ബഹായി വിശ്വാസികൾ ഇന്ന് ഈ ലോകത്ത് നിലവിലുണ്ട്. ബഹായി വിശ്വാസം എല്ലാ മതങ്ങളുടെയും മൂല്യവും എല്ലാ ജനങ്ങളുടെയും ഐക്യവും പഠിപ്പിക്കുന്നു. 1892 മെയ് 29 ബഹാഉള്ള അന്തരിച്ചു.
മാളികയോട് ചേർന്നുള്ള കെട്ടിടത്തിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തു. അതിപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധനാലയമായി വർത്തിക്കുന്നു. ലോകമെമ്പാടുമുള്ള ബഹായികളുടെ തീർത്ഥാടന കേന്ദ്രമാണിത്. ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ ബഹായി വിശ്വാസത്തിന്റെ പഠിപ്പിക്കലുകൾ വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും അവരുടെ സ്വന്തം ജീവിതം മെച്ചപ്പെടുത്താനും നാഗരികതയുടെ പുരോഗതിക്ക് സംഭാവന നൽകാനും പ്രചോദിപ്പിക്കുന്നു.